പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസം അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വചനം. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നൊരു കാര്യം, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഹബക്കൂക്ക് ചാപ്റ്റർ 2 verse 3, for the revelation awaits an appointed time. ഒരു അപ്പോയിൻറ്റഡ് ടൈം ഒരു ദർശനത്തിന് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയ ഓരോ ദർശനങ്ങൾക്കും ദൈവിക വെളിപ്പാടുകൾക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു അപ്പോയിൻറ്റഡ് ടൈമുണ്ട്. ആ ടൈം ആകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ആ ടൈം ആയിക്കഴിഞ്ഞാൽ അതിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. അത് നമ്മുടെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ശുശ്രൂഷകളെക്കുറിച്ച്, നമ്മുടെ ശാരീരിക അനുഗ്രഹങ്ങളെക്കുറിച്ച്, നമ്മുടെ കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ തലമുറകളുടെ ഭാവിയെക്കുറിച്ച്, സ്തോത്രം, ഏത് രീതിയിലുള്ള ദർശനങ്ങളായിരുന്നാലും വെളിപ്പാടുകളായിരുന്നാലും നിശ്ചയമായി അതിന് ദൈവം വെച്ചിരിക്കുന്ന അവധിക്ക് തന്നെ അത് സംഭവിക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഫോർ ദ റെവലേഷൻ അവൈറ്റ്സ് അപ്പോയിൻറ്റഡ് ടൈം. സ്തോത്രം. ആ അപ്പോയിൻറ്റഡ് ടൈമിന് വേണ്ടി ആ ദർശനം കാത്തിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. സ്തോത്രം. ആയതിനാൽ നാം കണ്ട ദർശനങ്ങൾ, നമുക്ക് ദൈവം നൽകിയ വെളിപ്പാടുകൾ നിശ്ചയമായി നിവർത്തീകരിക്കപ്പെടും. സ്തോത്രം. നാം ഒന്നറിയുക, അത് അതിൻ്റെ അപ്പോയിൻറ്റഡ് ദൈവം വെച്ചിരിക്കുന്ന സമയത്തിനു വേണ്ടി അത് കാത്തിരിക്കുകയാണ്. സ്തോത്രം. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഇറ്റ് സ്പീക്സ് ഓഫ് ദ എൻഡ്. അതിൻ്റെ സമാപ്തിയിലേക്ക് വരുവാൻ അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു ദർശനവും പൂർത്തിയാകും. ജോസഫിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ജോസഫ് കണ്ട ദർശനങ്ങൾ, ജോസഫ് പല കാലഘട്ടങ്ങളിലൂടെ, പല പ്രതിസന്ധികളിലൂടെ, പല പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ ജോസഫിന് ദൈവം കൊടുത്ത ദർശനമോ അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവം നിശ്ചയിച്ച അപ്പോയിൻറ്റഡ് ടൈം ആയപ്പോൾ ആ ദർശനം നിവർത്തീകരിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ജോസഫിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. സമയം തെറ്റുകയുമില്ല. സ്തോത്രം. You will not prove false. ദൈവം നൽകിയ ദർശനങ്ങൾക്ക് സ്തോത്രം, ഒരു മാറ്റവും സംഭവിക്കത്തില്ല. നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാണ്. നമ്മുടെ ദൈവം അനന്യനായ കർത്താവാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിഷ്കളങ്കതയോടും നേരോടും ദൈവഭക്തിയോടും വിശുദ്ധിയോടും ജീവിക്കുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഓരോ ദർശനങ്ങൾ, ഓരോ വെളിപ്പാടുകൾ നിശ്ചയമായി അത് നിവർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. അതിന് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരാം, നമ്മുടെ കുടുംബത്തിൽ ചില മാറ്റങ്ങൾ വരാം, ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരാം. പക്ഷേ ദൈവം നൽകിയ ദർശനത്തിനോ മാറ്റം വരികയില്ല. സ്തോത്രം. വീണ്ടും വായിക്കുന്നത്, വൈകിയാലും അതിനായി കാത്തിരിക്കുക. സ്തോത്രം. ചിലപ്പോൾ ലേറ്റായെന്ന് തോന്നിയേക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നൽകിയ വലിയ ദർശനങ്ങൾ, വെളിപ്പാടുകൾ, സ്തോത്രം, ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ദീർഘമായ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ടെങ്കിൽ ആ ദർശനങ്ങൾ ചിലപ്പോൾ വൈകിയെന്ന് വരാം, അത് ചിലപ്പോൾ ലേറ്റായെന്ന് വരാം. പക്ഷേ വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുക. സ്തോത്രം. ഈ നാളുകളിൽ ദർശനങ്ങളുടെ നിവർത്തീകരണത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. സ്തോത്രം. ദൈവത്തെ കാത്തിരിക്കുന്ന ആരും തന്നെ ലജ്ജിച്ചു പോകുകയില്ല. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. സ്തോത്രം. അത് വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. സ്തോത്രം. നിശ്ചയമായി ദൈവം നൽകിയ ദർശനങ്ങൾ, ദൈവം നൽകിയ വെളിപ്പാടുകൾ, ദൈവം നൽകിയ കാഴ്ചപ്പാടുകൾ, ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ അത് നിശ്ചയമായി നിവർത്തീകരിക്കപ്പെടും. സ്തോത്രം. ഉറപ്പായിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. സ്തോത്രം. താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സ്തോത്രം. Though it linger, wait for it. It will certainly come and will not delay. സ്തോത്രം. താമസിയാതെ ചില ദൈവപ്രവർത്തികൾ, താമസിയാതെ ചില അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ ചെയ്യുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഈ വചനപ്രകാരം നാം ഇന്ന് ഏതൊക്കെ സാഹചര്യങ്ങളായിരുന്നാലും ഭാരപ്പെട്ടു പോകേണ്ട, നിരാശപ്പെട്ടു പോകേണ്ട. കർത്താവ് നമുക്ക് നൽകിയ ദർശനങ്ങൾ, കർത്താവ് നമുക്ക് നൽകിയ വെളിപ്പാടുകൾ, ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. ശത്രു എത്ര തടസ്സങ്ങൾ കൊണ്ടുവച്ചാലും, എത്ര പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് മുൻപായി കടന്നു വന്നാലും, ആമേൻ, ആശയ്ക്ക് വിരോധമായി അബ്രഹാം ആശയോടെ വിശ്വസിച്ചതുപോലെ നമുക്കും ദൈവത്തിൽ വിശ്വസിക്കാം. നിശ്ചയമായി ദൈവം നൽകിയ ദർശനങ്ങൾ താമസിക്കാതെ നിവർത്തിയാകും. ആമേൻ. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനങ്ങൾ, ഹല്ലേലൂയ, ദൈവിക ആമേൻ അരുളപ്പാടുകൾ, വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങൾ, ആമേൻ, സ്തോത്രം. വർഷങ്ങൾ, കാലങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് നിവൃത്തിയായതുപോലെ അവൻ ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ വെളിപ്പാടുകൾ, ദർശനങ്ങൾ നിവൃത്തിയായതുപോലെ അപ്പാ സ്തോത്രി, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ കർത്താവ് അപ്പോൾ ദൈവം നൽകിയ ഓരോ ദർശനങ്ങൾ, ആലോചനകൾ, വെളിപ്പാടുകൾ, വാഗ്ദത്തങ്ങൾ വരും ദിവസങ്ങളിൽ താമസിയാതെ അത് നിവൃത്തിയായി ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഈ നാളുകൾ അതിനായി തന്നെ കാത്തിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അവൻ കാത്തിരുന്ന് പുതിയ ശക്തി പ്രാപിച്ച് അവൻ പുതിയൊരു അനുഭവത്തോടുകൂടെ അവൻ ദർശനങ്ങളുടെ നിവർത്തീകരണം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഞങ്ങളേവരെയും സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.